കിണറിനെ പറ്റി പരാതി പറഞ്ഞ വോട്ടറുടെ വോട്ട് നേടാൻ നികേഷ് കുമാർ കിണറ്റിലിറങ്ങി പരിശോധന നടത്തി. നിന്നെ തെക്കേടുത്ത് ഉണ്ണിത്തന്നെ മോള് വന്ന് തിരക്കിട്ട് പോയിട്ടുണ്ട്. അവരുടെ തൊട്ടിയോ മറ്റോ കിണറ്റിൽ വീണു. അതൊന്നും എടുത്തു കൊടുക്കാനാ. എങ്കി വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയത് എടുത്തേക്കാം. സംഗതി ഞാൻ ഇപ്പൊ എടുത്തോ കൈ തന്നേക്കാം. ഒരു 10 തൊട്ടി വെള്ളത്തിന് കുളിച്ചോ. ഒരു പാതാളക്കരണ്ടി കിട്ടിയിരുന്നെങ്കിൽ. റിപ്പോർട്ടിങ്ങിലും അവതരണത്തിലും പുലിയായ നികേഷ് കുമാർ നടപ്പാക്കിയ പുത്തൻ പ്രചാരണ രീതിയാണ് ഗുഡ് മോർണിംഗ് അഴീക്കോട്. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലുമുള്ള പ്രശ്നങ്ങൾ ചിത്രീകരിച്ച് ഫേസ്ബുക്കിലൂടെ റിപ്പോർട്ട് ചെയ്യുന്ന പരിപാടി. അങ്ങനെയാണ് നികേഷ് കുമാർ കഴിഞ്ഞ ദിവസം കിണറിൽ ഇറങ്ങിയത്. ഇതിന്റെ ചിത്രം നവമാധ്യമ പ്രതിഭകൾക്ക് കിട്ടിയതോടെ പാസാക്കിയ കമന്റുകളാണ്. പത്രക്കാരെ കൊണ്ട് തോറ്റു, ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിട. തൊട്ടിയും കയറും ഉണ്ടായിട്ടും കിണറ്റിലിറങ്ങിയ ആദ്യ വ്യക്തിയാക്കി നികേഷ് എന്ന സ്ഥാനാർത്ഥിയെ. പിന്നെ കിണറിന്റെ സ്ഥാനത്ത് മീൻചട്ടി ചേർത്ത് മീൻകറിയിൽ ഉപ്പിടുന്ന നേതാവാക്കി നികേഷിനെ. ഒരു പരസ്യത്തെ കടമെടുത്ത് നിങ്ങളുടെ വീട്ടിലെ കിണറ്റിൽ ഉപ്പുണ്ടോ എന്ന് പരിശോധിക്കാനെത്തുന്ന അവതാരകയുമാക്കി. തെങ്കാശി പട്ടണത്തിൽ കാടിവെള്ളം തലയിലൊഴിക്കുന്ന ദിലീപിന്റെ കഥാപാത്രത്തെ സഖാബ് നികേഷിനോട് ഉപമിച്ച് പശുവിന് കൊടുക്കുന്ന കാടിവെള്ളത്തിൽ ഉപ്പുണ്ടോ എന്ന് പരിശോധിക്കുന്ന കഥാപാത്രവുമാക്കി. തീർന്നില്ല, റോഡിൽ അപകടങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നേരിട്ട് പരിശോധിക്കാനെത്തുന്ന ആളാക്കി സഖാവിനെ. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ചില്ലും കൂട്ടിലാക്കി മുമ്പിൽ ഒരു നേർച്ചപ്പെട്ടിയും വച്ച ബാക്കിയുള്ളവന് ചെലവിന് കാശ്. കക്കൂസ് ടാങ്കിനെ പറ്റി പരാതിയുള്ളവരുടെ വീട്ടിൽ നികേഷ് എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് ആശങ്ക. സത്യം പറ, ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്.